ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ബൈനറി ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് കൂട്ടലും കിഴിക്കലും നടത്തുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമുക്ക് ആഡർ സബ്ട്രാക്ടർ വിശകലനം ചെയ്ത് അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. ഈ ആശയം ഉപയോഗിച്ച് സർക്യൂട്ടുകളുടെ നിർമ്മാണവും നമുക്ക് നോക്കാം. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ: ആഡർ-കം-സബ്ട്രാക്ടറിന്റെ നിർമ്മാണത്തിനാവശ്യമായ ടൂളുകൾ, എക്യുപ്മെന്റുകൾ, മെറ്റീരിയലുകൾ എന്നിവ ലിസ്റ്റ് ചെയ്യുക. ആഡർ-കം-സബ്ട്രാക്ടർ IC74LS83 ഉപയോഗിച്ച് ഒരു 4-ബിറ്റ് ബൈനറി ആഡ് സർക്യൂട്ട് നിർമ്മിച്ച് ഫലം പരിശോധിക്കുക. സർക്യൂട്ട് അസംബിൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ആവശ്യമായ എല്ലാ ടൂളുകളും, എക്യുപ്മെന്റുകളും, മെറ്റീരിയലുകളും കയ്യിലുണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാം. നമുക്കിനി പറയുന്ന ടൂളുകളും എക്യുപ്മെന്റുകളും ആവശ്യമാണ്: ഡിജിറ്റൽ ട്രെയിനർ കിറ്റ് ഒരെണ്ണം, ഡിജിറ്റൽ മൾട്ടിമീറ്റർ വിത്ത് പ്രോബ്സ് ഒരെണ്ണം, വയർ സ്ട്രിപ്പർ ഒരെണ്ണം, ട്വീസർ ഒരെണ്ണം. നമുക്ക് താഴെ പറയുന്ന മെറ്റീരിയലുകൾ, കോമ്പോണന്റുകൾ ആവശ്യമാണ്: IC74LS83 16-പിൻ ഒരെണ്ണം, IC7486 14-പിൻ ഒരെണ്ണം, ഹുക്കപ്പ് വയർ ആവശ്യമായത്, ഐസികൾക്കുള്ള ഐസിസ് ഡാറ്റ ഷീറ്റ്. ആഡർ-കം-സബ്ട്രാക്ടർ എന്താണ്? ബൈനറി സംഖ്യകൾ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും ഒരു ആഡർ-കം-സബ്ട്രാക്ടർ ഉപയോഗിക്കുന്നു. പരസ്പരം സമാന്തരമായി കണക്ട് ചെയ്തിരിക്കുന്ന മുഴുവൻ ആഡറുകളും ചേർന്നതാണ് ഇത്. ഒരു ഫുൾ ആഡറിന്റെ സി ഔട്ട് മറ്റൊരു ആഡർ സി ഇന്നുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് സങ്കലനത്തിന്റെയും വ്യവകലനത്തിന്റെയും പ്രക്രിയ വർദ്ധിപ്പിക്കുന്നു. ഒരു സങ്കലന പ്രക്രിയയുടെ സമയത്ത് കൺട്രോൾ സിഗ്നൽ ബോധപൂർവം താഴ്ന്ന അവസ്ഥയിൽ സൂക്ഷിക്കുന്നു. അതിനാൽ B7 മുതൽ B0 വരെയുള്ള ബൈനറി നമ്പർ മാറ്റമില്ലാതെ നിയന്ത്രിത ഇൻവെർട്ടറിലൂടെ ഈ XOR ഗേറ്റ് വഴി കടന്നുപോകുന്നു. അപ്പോൾ ഫുഡ് ആഡേഴ്സ് ശരിയായ ഔട്ട്പുട്ട് സം ഉൽപ്പാദിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, സങ്കലനം ചെയ്യുന്ന സംഖ്യകൾ +125, 189 എന്നിവയാണെന്ന് സങ്കൽപ്പിക്കുക. എങ്കിൽ A7ലൂടെയുള്ള A0 0 1 1 1 1 1 0 1. B7ലൂടെയുള്ള B0 1 0 1 1 1 1 0 1. സങ്കലനവേളയിൽ കൺട്രോൾ ഇൻപുട്ട് 0 ആയതിനാൽ LSB കോളത്തിലേക്കുള്ള ക്യാരി ഇൻ 0 ആണ്. ഈ പ്രൊസീജിയറിൽ ഉപയോഗിക്കുന്ന IC നോക്കാം. 74LS83 ഒരു ക്യാരി ഔട്ട് സവിശേഷതയുള്ള ഒരു വേഗതയേറിയ 4-ബിറ്റ് ഫുൾ ആഡർ IC-യാണ്. സാധാരണയായി ഗണിത പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പാക്കേജിൽ 4 വ്യത്യസ്ത ഫുൾ ആഡർ സർക്യൂട്ട് അടങ്ങിയിരിക്കുന്നു. ആവശ്യമെങ്കിൽ നിബിൾ ആഡർ എന്നറിയപ്പെടുന്ന 4-ലധികം ഘട്ടങ്ങളിൽ ഒന്നിലധികം IC-കൾ കണക്ട് ചെയ്യാൻ കഴിയും. IC7483 ഉപയോഗിച്ച് 4-ബിറ്റ് ബൈനറി ആഡർ സർക്യൂട്ടിന്റെ നിർമ്മാണത്തിന്റെയും ടെസ്റ്റിംഗിന്റെയും പ്രൊസീജിയറിലേക്കും കൂടാതെ റീഡിംഗുകൾ പട്ടികപ്പെടുത്തുന്നതിലേക്കും നമുക്കിപ്പോൾ നീങ്ങാം. ഇനി പറയുന്ന സ്റ്റെപ്പുകൾ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. സ്റ്റെപ്പ് 1, കോമ്പോണന്റുകൾ പരിശോധിച്ച് ബ്രെഡ് ബോർഡ് സെറ്റപ്പ് ചെയ്യുക. സ്റ്റെപ്പ് 2, IC പവർ പിന്നുകൾ +5 വോൾട്ട് ഗ്രൗണ്ട് എന്നിവയുമായി കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 3, വ്യത്യസ്ത ലെവലിലുള്ള ഇൻപുട്ട് ലഭിക്കാനായി സ്വിച്ചുകൾ അറ്റാച്ച് ചെയ്യുക. സ്റ്റെപ്പ് 4, IC-കളുടെ 2 ഔട്ട്പുട്ടുകളും ഒരു LED-യുമായി റെസിസ്റ്റേഴ്സ് വഴി കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 5, സ്വിച്ചുകൾ ടോഗിൾ ചെയ്ത സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുക. സ്റ്റെപ്പ് 6, റീഡിംഗുകൾ നിരീക്ഷിച്ച് റെക്കോർഡ് ചെയ്യുക. ഇനി നമുക്ക് ഈ സ്റ്റെപ്പുകൾ ഓരോന്നും വിശദമായി നോക്കാം. ഒരു മുന്നറിയിപ്പ്: മുൻപത്തെ അഭ്യാസങ്ങളിൽ ചർച്ച ചെയ്ത എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുകയും പ്രൊസീജിയർ ആരംഭിക്കുന്നതിന് മുൻപ് അത് ഉറപ്പാക്കുകയും ചെയ്യുക. തയ്യാറായി കഴിഞ്ഞാൽ ആവശ്യമായ കോമ്പോണന്റുകളെല്ലാം ശേഖരിക്കുകയും അവ വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇതിൽ 7483, 7480 IC-കൾ, ഡിജിറ്റൽ ട്രെയിനർ കിറ്റ്, ബ്രെഡ് ബോർഡ്, പവർ സപ്ലൈ, ടോഗിൾ സ്വിച്ചുകൾ, റെസിസ്റ്ററുകൾ, LED എന്നിവ ഉൾപ്പെടുന്നു. ഈ ടാസ്ക് നിർവഹിക്കുന്നതിന് ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ ആവശ്യമായ എല്ലാ വിഭാഗങ്ങളും പരിശോധിക്കുക. 7483, 7486 എന്നീ 2 IC-കളും ബ്രെഡ് ബോർഡ്, കൺട്രോൾ ടോഗിൾ സ്വിച്ചുകൾ, റെസിസ്റ്ററുകൾ, LED എന്നിവയുടെ അവസ്ഥയും ഉറപ്പാക്കുക. എല്ലാം ലഭ്യമായി കഴിഞ്ഞാൽ 2 IC-കളും ബ്രെഡ് ബോർഡിൽ നന്നായി ഫിക്സ് ചെയ്യുക. റഫറൻസിനായി നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രം പരിശോധിക്കാവുന്നതാണ്. +5 വോൾട്ട് പവർ സപ്ലൈ ബ്രെഡ് ബോർഡ് ടെർമിനലുമായി കണക്ട് ചെയ്യുക. അടുത്തതായി IC7483ന്റെ പിൻ നമ്പർ 5 പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുക. തുടർന്ന് IC7486ന്റെ പിൻ 14 +5 വോൾട്ട് പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുക.
തുടർന്ന് IC 7483-ന്റെ പിൻ നമ്പർ 12 ഗ്രൗണ്ടുമായും IC 7486-ന്റെ പിൻ നമ്പർ 7 ഗ്രൗണ്ടുമായും കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ട്രെയിനർ കിറ്റിന്റെ ഗ്രൗണ്ട് ബ്രെഡ് ബോർഡിന്റെ നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യുക. ഇൻപുട്ടുകളിലേക്ക് നീങ്ങുമ്പോൾ ടോഗിൾ സ്വിച്ച് S1 IC 7483-ന്റെ പിൻ നമ്പർ 1. പിൻ നമ്പർ 3-ലെ ഡാറ്റ ഇൻപുട്ട് A2-വുമായും S3 പിൻ നമ്പർ 8-ലെ ഡാറ്റ ഇൻപുട്ട് A1-ഉമായും S4 പിൻ 10-ലെ ഡാറ്റ ഇൻപുട്ട് A0-യുമായും കണക്ട് ചെയ്യുക. സ്വിച്ച് 5 IC 7486-ന്റെ പിൻ നമ്പർ 1-ഉമായും സ്വിച്ച് S6 പിൻ 4-ഉമായും സ്വിച്ച് S7 പിൻ നമ്പർ 9-ഉമായും സ്വിച്ച് S8 പിൻ നമ്പർ 12-വുമായും കണക്ട് ചെയ്യുക. IC 7486-ന്റെ സെക്കൻഡ് 5, 10 നമ്പർ പിന്നുകൾ പരസ്പരം കണക്ട് ചെയ്തിരിക്കുകയും ന്റെ പിൻ നമ്പർ 2-ലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന മോഡ് സെലക്ടർ സ്വിച്ച് S9-മായി കണക്ട് ചെയ്തിരിക്കുകയുമാണ്. അതാകട്ടെ IC 74LS83-ന്റെ പിൻ നമ്പർ 13-മായി ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കണം. ഇപ്പോൾ IC 7486-ന്റെ 3, 6, 8, 11 പിന്നുകളിൽ നിന്ന് ലഭിച്ച ഔട്ട്പുട്ടിനെ യഥാക്രമം IC 74LS83-ന്റെ പിൻ നമ്പർ 16, 4, 7, 11 എന്നിവയുമായി ഓപ്പറാൻഡ് B ഇൻപുട്ടുകളായി B3, B2, B1, B0 കണക്ട് ചെയ്യുക. ഫൈനൽ ഔട്ട്പുട്ട്, അതായത് S4, S3, S2, S1, Cout 15, 2, 6, 9 IC 74LS83-ന്റെ 14 പിന്നുകളിൽ നിന്ന് ലഭിക്കുന്നു. ട്രൂത്ത് ടേബിളിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ പരിശോധിക്കുന്ന ലോജിക് ലെവലുകൾക്കനുസരിച്ച് സ്വിച്ചുകൾക്ക് 5 വോൾട്ട്, 0 വോൾട്ട് എന്നിവയ്ക്കിടയിൽ ടോഗിൾ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക. ഫോർ ബിറ്റ് ബൈനറി ആഡർ സർക്യൂട്ടിന്റെ ഫലം വ്യക്തമായി കാണാൻ ഇത് സഹായിക്കും.
നിങ്ങൾ പവർ അപ്പ് ചെയ്യുന്നതിന് മുൻപ് അസംബിൾ ചെയ്ത സർക്യൂട്ട് പരിശോധിക്കുക. എല്ലാം പരിശോധിച്ച് 5 വോൾട്ട് DC സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുക. നമുക്കിപ്പോൾ ഒരു ഉദാഹരണം ഉപയോഗിച്ച് സർക്യൂട്ട് പരിശോധിക്കാം. സങ്കലനം നടത്തുന്നതിന് മുൻപ് തിരഞ്ഞെടുക്കൽ മോഡ് ഇൻപുട്ട് താഴ്ന്ന നിലയിലാണെന്ന് ഉറപ്പാക്കുക. ഇപ്പോൾ 2 4-ബിറ്റ് നമ്പറുകൾ എടുക്കുക, അതായത് 9, 10. ഇൻപുട്ട് എക്ക് ബിറ്റ് സ്ഥാനങ്ങൾ നൽകുക. A3 1, A2 0, A1 0, A0 1. ഇൻപുട്ട് ബിക്ക് ബീറ്റ് സ്ഥാനങ്ങൾ നൽകുക. B3 1, B2 0, B1 1, B0 0. സങ്കലനത്തിന് ശേഷം ലഭിക്കുന്ന ഫലം 19, അതായത് 10011 ആണ്. LED നില നിരീക്ഷിച്ച് ഫലം പരിശോധിക്കുക. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നാം പഠിച്ചത് ആഡർ-കം-സബ്ട്രാക്ടറിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ടൂളുകൾ, എക്യുപ്മെന്റുകൾ, മെറ്റീരിയലുകൾ എന്നിവ. ആഡർ-കം-സബ്ട്രാക്ടർ IC 74LS83 ഉപയോഗിച്ച് ഒരു 4-ബിറ്റ് ബൈനറി ആഡർ സർക്യൂട്ട് നിർമ്മിക്കലും ഫലം പരിശോധിക്കലും. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.